الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു തആല അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള റഹ്മത്ത് വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വേദനകൾക്കുമെല്ലാം അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. സത്യവിശ്വാസികൾക്ക് ഏറ്റവും അധികം കടപ്പാടുള്ള സൃഷ്ടിയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തത്തേക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ വിശ്വാസികൾക്ക് ബന്ധമുണ്ടാവേണ്ടത് റസൂലിനോടാണ് എന്ന് ഇതേ സൂറയിൽ തന്നെ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ ഏറെ ബന്ധപ്പെട്ടവരാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, അവരുടെ മാതാക്കളാവട്ടെ, നബിയുടെ ഭാര്യമാരാകട്ടെ അവരുടെ മാതാക്കളുമാണ് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല
പരിചയപ്പെടുത്തിയത്. ആ പ്രവാചകൻ നമുക്കൊരുപാട് കടപ്പാടുകൾ, ബാധ്യതകൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകനെ സ്നേഹിക്കലും പ്രവാചകനെ പിൻപറ്റലും പ്രവാചകർക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് പ്രതിരോധം തീർക്കലും പ്രവാചകർ പഠിപ്പിച്ച അധ്യാപനങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കലുമെല്ലാം ആ ബാധ്യതയുടെ ഭാഗം തന്നെയാണ്. അത്തരം ബാധ്യതകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രവാചകരുടെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക എന്ന്. ഈ ഒരു ആയത്താണ് നമ്മെ അറിയിക്കുന്നത്. ഒരു വിശ്വാസിക്ക് നബിയുമായുള്ള ബന്ധത്തിന്റെ പ്രകടമായ ഉദാഹരണം കൂടിയാണ് അവന്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കുന്ന സ്വലാത്തുകൾ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്നാണ് ആയത്തിന്റെ ആദ്യ ഭാഗം. അഥവാ അല്ലാഹുവും അവന്റെ മലക്കളുമെല്ലാം പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുക എന്നാണ് അതിനർത്ഥം. മലക്കളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുമാണ് അർത്ഥമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തും സലാമും നിർവഹിക്കണേ എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഏറെയാണ്. സ്വലാത്ത് നിർവഹിക്കാൻ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട, നിർബന്ധമായും കൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളും ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും സ്വലാത്തിന്റെ മഹത്വം അറിയിക്കുന്ന വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ രചിച്ചത് കാണാൻ കഴിയും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സ്വലാത്തുമായി ബന്ധപ്പെട്ട് മാത്രം എഴുതിയ ഗ്രന്ഥമാണ് ജലാഉൽ അഫ്ഹാം എന്ന ഗ്രന്ഥം. ജലാഉൽ അഫ്ഹാം ഫീ ഫളി സ്വലാത്തി വസ്സലാം എന്നാണ്. സ്വലാത്തിന്റെയും സലാമിന്റെയും മഹത്വം പറയുന്ന ജലാഉൽ അഫ്ഹാം എന്ന ഗ്രന്ഥം ആ രംഗത്ത് സ്വഹീഹായ ഹദീസുകളെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് സഹാബത്തും താബഈങ്ങളും ശേഷക്കാരും പറഞ്ഞ അധ്യാപനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സ്വലാത്ത് പ്രത്യേകമായി ചൊല്ലേണ്ടുന്ന 30-ലേറെ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് രചിച്ച ഗ്രന്ഥമാണ് ജലാഉൽ അഫ്ഹാം. അദ്റുൽ നദീദ് ഫി സ്വലാത്തി അലാ ഖൈരിൽ മഹ്മൂദ് എന്ന പേരിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് മറ്റൊരു ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ ലോക ചരിത്രത്തിൽ പലരും സ്വലാത്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ സ്വതന്ത്രമായി രചിച്ചത് കാണാൻ കഴിയും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്വാവയിൽ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം വിശദീകരണം നൽകിയതായും കാണാനാകും. ഹദീസുകളിൽ സ്വലാത്തിന്റെ മഹത്വങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നത് കാണാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. താനി ജിബ്രീൽ, എന്റെ പക്കൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് പറഞ്ഞു, മൻ സ്വല്ലാ അലൈക സ്വല്ലൈതു അലൈഹി. പ്രവാചകരെ, താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അവന് വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലുമെന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞുവെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, മൻ സ്വല്ലാ അലയ്യ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി അശ്റ. എന്റെ പേരിൽ ആരെങ്കിലും ഒരൊറ്റ സ്വലാത്ത് അവൻ നിർവഹിച്ചാൽ പടച്ച റബ്ബ് അവന് 10 സ്വലാത്തുകൾ, 10 അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അവന് ചെയ്തു കൊടുക്കുമെന്ന് ഇമാം ഹാക്കിമും അഹ്മദുമെല്ലാം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതേപോലെ മറ്റു ഹദീസിൽ നബി പറഞ്ഞു, അതാനി ആതിൻ മിൻ റബ്ബി, എന്റെ റബ്ബ് നിയോഗിച്ച ഒരാൾ എന്റെ പക്കൽ വന്നു, അഥവാ മലക്ക് വന്നു. ജിബ്രീൽ തന്നെ ആയിരിക്കും അവിടെയും ഉദ്ദേശം. എന്നിട്ട് പറഞ്ഞു,
പറഞ്ഞു, മാ മിൻ അബ്ദിൻ യുസല്ലി അലൈക സ്വലാത്തൻ ഇല്ലാ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. പ്രവാചകൻ താങ്കൾക്ക് വേണ്ടി ഏതൊരടിമ സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിലും അല്ലാഹു തആല അവന് 10 സ്വലാത്തുകളെ 10 അനുഗ്രഹങ്ങളെ നൽകാതിരിക്കില്ല എന്ന് നബി തങ്ങൾ പറയുന്നു. എന്നോട് പടച്ചറബ് നിയോഗിച്ച ദൂതൻ വന്നുകൊണ്ട് പറഞ്ഞുവെന്നാണ്. അപ്പോൾ ഇത് കേട്ട സ്വഹാബി നബിയോട് പറയുകയാണ്, എങ്കിൽ നബിയേ, യാ റസൂലല്ലാഹ് അജ്അലു നിസ്ഫ ദുആഇ ലക, എങ്കിൽ നബിയേ എന്റെ പ്രാർത്ഥനയുടെ പകുതി ഇനി ഞാൻ താങ്കൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്നാണ്. എല്ലാ ദുആയേക്കാളും ഇനി പകുതി ദുആ നബി തങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പ്രതികരിച്ചു, ഇൻ ശിഅത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ സ്വഹാബി വീണ്ടും പറഞ്ഞു, എങ്കിൽ അലാ അജ്അലു സുലുസൈ ദുആഇ, എങ്കിൽ നബിയെ എന്റെ ദുആഇന്റെ പകുതിയല്ല അതിന്റെ 2/3 ഭാഗവും ഞാൻ താങ്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാലോ എന്നാണ്. അപ്പോൾ നബി തങ്ങൾ ഇൻ ശിഅത, ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യാം. ഇദ്ദേഹം വീണ്ടും ചോദിച്ചു, എങ്കിൽ നബിയെ അലാ അജ്അലു ദുആഇ കുല്ല, എന്റെ പ്രാർത്ഥന മുഴുവനും ഇനി ഞാൻ സ്വലാത്താക്കി മാറ്റിയാലോ, താങ്കൾക്ക് വേണ്ടിയുള്ള ദുആക്കി മാറ്റിയാലോ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഇദൻ യക്ഫീകല്ലാഹു ഹമ്മദ് ദുനിയ വഹമ്മൽ ആഖിറ, എങ്കിൽ എനിക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ വിഷമങ്ങളും എല്ലാ ഹമ്മും എല്ലാ ടെൻഷനും അതോടുകൂടി പടച്ച റബ്ബ് ഇല്ലാതാക്കി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്രയേറെ മഹത്വം സ്വലാത്തിനുണ്ട് എന്നർത്ഥം. സ്വലാത്ത് ചൊല്ലാത്തവനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് ഒരുത്തന്റെ പക്കൽ പറയപ്പെട്ടിട്ട് അവൻ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവൻ തുലയട്ടെ, നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ ചർച്ചകൾ കാണാം. നബിയുടെ പേര് കേൾക്കുമ്പോഴെല്ലാം സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണോ, അതോ ഇത്തരം സംസാരങ്ങളിൽ ഖുതുബകളിൽ സ്വാഭാവികമായും ഒരുപാട് തവണ നബിയുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടു പോകും. അവിടെ എല്ലാം ഈ സ്വലാത്ത് നിർബന്ധമാണോ എന്നെടുത്ത് പ്രബലമായ അഭിപ്രായം, ഒരിക്കലെങ്കിലും നിർബന്ധമായി സ്വലാത്ത് ചൊല്ലുക, ബാക്കിയുള്ളതെല്ലാം സുന്നത്താണ്, മുസ്തഹബാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ പൊതുവെയുള്ള അഭിപ്രായമായി കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നബിതങ്ങളുടെ പേര് കേട്ട് സ്വലാത്ത് നിർവഹിച്ചില്ല എങ്കിൽ അവൻ നശിക്കാൻ അത് നിമിത്തമായി മാറുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസ് പ്രവാചകൻ പറഞ്ഞു, ലാ തജ്അലു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ഈദാക്കി ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. വസല്ലു അലയ്യ വസല്ലിമു, എന്നാൽ നിങ്ങൾ എനിക്ക് സ്വലാത്തും സലാമും നിർവഹിക്കണേ എന്നാണ്. എന്റെ ഖബർ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റുന്നത്, ഖബറിൽ വന്ന് അവിടെ ഈദ് പോലെ ഒരു ആഘോഷം പോലെ അവിടെ വലിയ ആഘോഷമാക്കി വലിയ ഉത്സവമാക്കി മാറ്റാനുള്ളതല്ല ഖബർ എന്നർത്ഥം. ഇന്ന് നാട്ടിൽ പലപ്പോഴും ഖബറുകൾ ഉത്സവ കേന്ദ്രങ്ങളാണ്. റൂസ് എന്ന പേരും പറഞ്ഞ്, നേർച്ച എന്ന പേരും പറഞ്ഞ്, ആണ്ടെന്ന പേര് പറഞ്ഞ് പല ഖബറുകളും ഉത്സവ പറമ്പുകളായി ആഘോഷ കേന്ദ്രങ്ങളായി മാറുന്നുവെങ്കിൽ ഈ ഹദീസിന് ഘടകവിരുദ്ധമാണത്. അതുകൊണ്ട് നബി തങ്ങൾ ഉപദേശിക്കുന്നു, ലാ തജ്അലു ഖബ്രി ഈദ, എന്റെ ഖബറിനെ ഒരു ഈദാക്കി മാറ്റല്ലേ എന്നാണ്. നബി തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കണേ റബ്ബേ എന്ന് നബി തങ്ങളെ പ്രാർത്ഥനയും കാണാൻ നമുക്ക്. എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കുന്ന റബ്ബേ എന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, നബിയുടെ ഖബർ അല്ലാഹു തആല 3 ചുമരുകൾക്കുള്ളിലായി ആർക്കും കാണാനും തൊടാനും പറ്റാത്ത വിധം സംരക്ഷിച്ചത് ഈ ദുആക്കുള്ള ഇജാബത്താണ് എന്നാണ്. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, അല്ലാഹു റസൂലിന്റെ ഈ പ്രാർത്ഥന എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കിയ റബ്ബേ എന്ന പ്രാർത്ഥനയ്ക്ക് ഫഅജാബ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ അല്ലാഹു തആല ഉത്തരമേകി ദുആഅഹു, ആ പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി,
3 ചുമരുകൾ കൊണ്ട് ആ ഖബറിനെ ചുറ്റി പൊതിഞ്ഞ് വലയം ചെയ്ത അവസ്ഥയിൽ കൊണ്ടുവന്നത് ഈ ദുആക്കുള്ള ഇജാബത്താണ് എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അന്നൂനിയ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അപ്പൊ നബി തങ്ങൾ പറയുന്നു, എന്റെ ഖബർ നിങ്ങൾ ആഘോഷകേന്ദ്രമാക്കരുത്, എന്നാൽ വസല്ലു അലയ്യ വസല്ലിമു, നിങ്ങൾ എനിക്ക് സ്വലാത്തും സലാമും നിർവഹിക്കണേ. മാത്രവുമല്ല ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക. ഫസയബ്ലുഗ്നി സലാമുക്കും വസലാത്തുക്കും, നിങ്ങൾ സ്വലാത്തും നിങ്ങൾ സലാമുമെല്ലാം എനിക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അറിയുമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കത് എത്തുമെന്നാണ് ഹദീസ് പ്രയോഗം. അതെങ്ങനെ എത്തുക? മറ്റു ഹദീസ് നബി ഞങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹു തആല അതിനുവേണ്ടി പ്രത്യേകം ഏൽപ്പിച്ച മലക്കുണ്ട് എന്ന്. ഇന്നലില്ലാഹി മലായിക, അല്ലാഹു തആലക്ക് പ്രത്യേകം ചില മലക്കുകളുണ്ട്, അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ ദൗത്യം യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിന്റെ സലാം എനിക്ക് എത്തിക്കുവാനായി അല്ലാഹു ഏൽപ്പിച്ച പ്രത്യേകമായ മലക്കുകളുണ്ട് എന്ന്. അപ്പൊ കേൾക്കാത്തത് കൊണ്ടാണല്ലോ എത്തിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചത്. അല്ല, ലോകത്ത് എവിടെ വിളിച്ചാലും കേൾക്കും, എല്ലാം അറിയുമെന്ന് ഇന്ന് പലപ്പോഴും പലരും പ്രചരിപ്പിക്കുന്ന പോലെ ആണെങ്കിൽ പിന്നെ ഇത് എത്തിക്കാൻ പ്രത്യേകം മലക്കുകളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു കേൾക്കുന്ന സംവിധാനമല്ല. നബി ഞങ്ങൾ അറിയുമെന്നോ കേൾക്കുമെന്നോ അങ്ങനെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആ സ്വലാത്ത് എന്നിലേക്ക് എത്തും, അത് എത്തിക്കാൻ അല്ലാഹു തആല മലക്കുകൾക്ക് പ്രത്യേകമായ ദൗത്യം നൽകിയിരിക്കുന്നുവെന്ന് ഇമാം നസായിയും ഹാക്കിമും എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. എന്താണെങ്കിലും വലിയ മഹത്വമുള്ള കാര്യമായി തന്നെയാണ് സ്വലാത്തിനെ ഈ ഹദീസുകളെല്ലാം പരിചയപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലും ഓതി വെച്ച ആയത്തിൽ അക്കാര്യം തന്നെയാണല്ലോ പഠിപ്പിച്ചത്. ഏത് സദസ്സിലും ഹംദും സലാത്തും വേണമെന്നാണ് പൊതുവെ പഠിപ്പിക്കപ്പെട്ടത്. നബി ഞങ്ങൾ പറഞ്ഞു, ഏത് ഖൗമും ഒരു സദസ്സിൽ ഇരുന്നാൽ ലം യദ്കുരില്ലാഹ വലം യുസല്ലു അലാ നബിയിഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മജ്ലിസിൽ വെച്ച് അവർ അല്ലാഹുവിനെ സ്മരിച്ചിട്ടില്ല, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുമില്ല, ഒരു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നെങ്കിലും പറയാത്ത ഒരു സദസ്സ്, ഹംദ് ചൊല്ലാത്ത, അല്ലാഹുവിനെ സ്മരിക്കാത്ത, പടച്ചവനെ കുറിച്ച് പറയാത്ത ഒരു സദസ്സ്, നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് പോലും ഇല്ലാത്ത ഒരു സദസ്സ്, അത്തരം സദസ്സുണ്ടെങ്കിൽ ഇല്ലാ കാന മജ്ലിസുഹും അലൈഹിം തിറതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ മജ്ലിസ് അവർക്ക് ഖേദമായി മാറാതിരിക്കുകയില്ല, നഷ്ടമായി മാറാതിരിക്കുകയില്ല. ഇൻശാഅ അഫാ അൻഹും വഇൻശാഅ അഖദഹും, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് മാപ്പ് നൽകിയേക്കാം, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലോ അവരെ പിടികൂടുകയും ചെയ്തേക്കാം എന്നാണ് ഹദീസിന്റെ ബാക്കി ഭാഗം. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസാണ്. അപ്പൊ ഏത് സദസ്സിലും നമ്മൾ 4 ആൾ കൂടി നിന്ന് സംസാരിക്കുന്നുവെങ്കിൽ അവിടെയും ഒരു അല്ലാഹുവിനെ ഓർക്കുക, നബിയുടെ പേരിൽ ഒരു സ്വലാത്തെങ്കിലും അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നും പറഞ്ഞ് സംസാരം ആരംഭിച്ചാൽ, അല്ലെങ്കിൽ ആദ്യം സംസാരം അവസാനിപ്പിച്ചാൽ, ഒന്നുമില്ലെങ്കിൽ ആ സദസ്സിൽ ഒരാളെങ്കിലും ഇടയ്ക്കൊരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഒരു സ്വലാത്ത് പറഞ്ഞാൽ ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നർത്ഥം. അതല്ലെങ്കിൽ ആ നഷ്ടം നാളെ പരലോകത്ത് ഈ മജ്ലിസ് അവന് ഖേദമായി മാറാതിരിക്കില്ല എന്നാണ് ആ ഹദീസിന്റെ പ്രയോഗം. ഒരു സഹോദരങ്ങളെ, ജീവിതത്തിൽ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബിമാർ വന്ന് നബിയോട് ചോദിക്കുന്നു, നബിയെ താങ്കൾക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു, സലാം ഞങ്ങൾക്കറിയാം, പക്ഷേ വകൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാ നബിയെ സ്വലാത്ത് നിർവഹിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നബി ഞങ്ങൾ പഠിപ്പിച്ച സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന ആ ഇബ്രാഹിമിയ സ്വലാത്ത് നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ് എന്നുകൂടി ഈ ഹദീസ് മനസ്സിലാക്കാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. എന്താണെങ്കിലും ജീവിതത്തിൽ സ്വലാത്ത് നമ്മുടെ ഭാഗമായി മാറുന്നുവെങ്കിൽ
ധാരാളം നേട്ടങ്ങൾ അതുവഴി നമുക്ക് നേടാനുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് എണ്ണി പറഞ്ഞ ഫായിദകൾ, നേട്ടങ്ങൾ കാണാം. ഒന്ന് പറഞ്ഞത് പടച്ച റബ്ബിന്റെ കൽപ്പന അവൻ പ്രാവർത്തികമാക്കി. സ്വല്ലു അലൈഹി വസല്ലിമു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ, സലാം ചൊല്ലണേ എന്ന് കൽപ്പന ക്രിയയാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. ആ അംറ്, ആ കൽപ്പന അവൻ പ്രാവർത്തികമാക്കി സ്വലാത്തിലൂടെ. രണ്ട്, അവനെ പടച്ച റബ്ബിൽ നിന്ന് ധാരാളം ഇരട്ടിയായി അനുഗ്രഹങ്ങൾ വർഷിക്കും. 1 10 ഇരട്ടിയായി അവൻ റഹ്മത്തുകൾ ചൊരിഞ്ഞു നൽകുമെന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. അതും നേട്ടമാണ്. മൂന്നാമതായി നാളെ പരലോകത്ത് നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ, നബിയുമായി അടുപ്പം വർദ്ധിക്കാനൊക്കെ സ്വലാത്ത് നിമിത്തമാകുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നാലാമതായി അവന്റെ ദുനിയാവും ആഖിറത്തിലുമുള്ള വിഷമങ്ങളെ, ടെൻഷനുകളെ ഇല്ലാതാക്കാൻ സ്വലാത്ത് പര്യാപ്തമാണ്. നേരത്തെ പറഞ്ഞ ഹദീസ്, എനിക്ക് അല്ലാഹു തആല യക്ഫീക ഹമ്മദ് ദുനിയ വഹമ്മൽ ആഖിറ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ദുനിയാവിലെ ടെൻഷനുകളും പരലോകത്തെ ടെൻഷനുകളും അതിൽ നിന്നെല്ലാം എനിക്ക് മുക്തി ലഭിക്കും, എനിക്കതിന് മോചനം ലഭിക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചെയ്യുന്ന ആള്, സ്വലാത്തിന്റെ ആളുകൾ സ്വർഗത്തിന്റെ വഴിയിലാണ് എന്ന് ഹദീസിൽ കാണുന്നു. അത് മാറ്റിവെക്കുന്നുവെങ്കിൽ സ്വർഗത്തിന്റെ വഴിയാണ് അവന് നഷ്ടപ്പെട്ടു പോവുക എന്ന് ഹദീസിൽ സൂചനകൾ വന്നിട്ടുണ്ട്. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ച ഒന്ന്, പടച്ച റബ്ബ് അവന്റെ പേരിലും ഒരു നല്ല ഒരു ഖ്യാതി, നല്ല പേര് ഇവിടെ ബാക്കിയാക്കാൻ നിമിത്തമായി മാറുമെന്നാണ്. സ്വലാത്തുമായി ബന്ധപ്പെട്ടവർക്ക് അവർക്കിവിടെ നല്ലൊരു ബഖാഉൻ ഹസൻ, നല്ല ഒരു ശേഷിപ്പ് അവൻ അല്ലാഹു തആല നിശ്ചയിച്ച് നൽകും എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ അവന് നബിയുമായി ഉള്ളൊരു ബന്ധം, ഒരു സ്നേഹം, അതിനടയാളം കൂടിയാണ് സ്വലാത്ത്. എപ്പോഴും നബിയുമായി ഒരു ബന്ധം അവനുണ്ട്. അവന്റെ മനസ്സിൽ നബിക്ക് സ്ഥാനമുണ്ട്. അവൻ നബിയുമായി മനസ്സുകൊണ്ട് എപ്പോഴും ബന്ധപ്പെട്ടവരാണ്. നബി അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അതിന്റെ അടയാളം കൂടിയാണ്, ലക്ഷണം കൂടിയാണ് ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത്. ഇങ്ങനെ ധാരാളം നേട്ടങ്ങൾ സ്വലാത്ത് മുഖേന ലഭിക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ സ്വലാത്ത് എന്നത് നമ്മുടെ ഭാഗമായി മാറുക തന്നെ വേണം. അതിനെവിടെയെങ്കിലും മജ്‌ലിസ് ആവശ്യമില്ല. ആരെങ്കിലും പ്രത്യേകമായി അതിന് ആളെ വിളിച്ചു കൂട്ടി പ്രത്യേകമായി സദസ്സുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ഏത് സമയത്തും എപ്പോഴും പ്രാർത്ഥനകളിൽ, ദിക്റുകളിൽ, മജ്‌ലിസുകളിൽ, ഖുത്ബകളിൽ, ക്ലാസുകളിൽ, അതേപോലെ പൊതുവായും ജീവിതത്തിന്റെ ഭാഗമായി ആ സ്വലാത്തുകൾ മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഏറെയാണ്. പ്രത്യേകമായി സ്വലാത്ത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങൾ നിർബന്ധമായും പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. നമസ്കാരത്തെ തഹിയ്യാത്തിൽ തശഹുദിന് ശേഷം സ്വലാത്ത് അതിനെ പ്രത്യേകമായി നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ നബിതങ്ങൾ സ്ഥിരമായി ചെയ്താണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് നിർവഹിക്കുക എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതേപോലെ പ്രവാചകനെ കുറിച്ച് എവിടെയെല്ലാം പറയപ്പെടുന്നു അവിടെയെല്ലാം നേരത്തെ സൂചിപ്പിച്ചു, നബിയുടെ പേര് പറയപ്പെട്ടാൽ, നബിയെ കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ അവിടെയൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നോ ഏതെങ്കിലും ആശയം ലഭിക്കുന്ന ഏത് പദവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം എന്നാണ്. നാലാമതായി പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സ്വലാത്ത് പ്രത്യേകമായി സുന്നത്തുണ്ട്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിക്കാനായി പഠിപ്പിക്കപ്പെട്ടത്.
അഞ്ചാമതായി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതേപോലെ സ്വലാത്തും സലാമും പ്രത്യേകം സ്വലത്തുണ്ട്. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിക്കാനായി പഠിപ്പിക്കപ്പെട്ടത്. അതും പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ ബാങ്ക് കേട്ട ഉടനെ പ്രത്യേകമായി ഹദീസിൽ ഉള്ളതാണ്, ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക, എന്നിട്ട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചോദിക്കുക എന്നാണ്. ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവൻ പറയും പോലെ നിങ്ങൾ പറയുക. സുമ്മ സ്വല്ലു അലയ്യ, പിന്നെ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വസീലയെ ചോദിക്കുക എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ പഠിപ്പിക്കപ്പെട്ട മറ്റൊന്നാണ് പ്രാർത്ഥനകളിൽ, അതേപോലെ നമ്മുടെ മജ്‌ലിസുകളിൽ അത് സൂചിപ്പിച്ചു, എല്ലാ ദുആയിലും പ്രത്യേകമായി ഹംദും സ്വലാത്തും പ്രത്യേകമായി സുന്നത്തുണ്ട്. ഒരു സഹാബി പ്രാർത്ഥിക്കുമ്പോൾ ഹംദുമില്ല സ്വലാത്തുമില്ല, അദ്ദേഹം എങ്ങനെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഇത് കേട്ട നബി തങ്ങൾ പറഞ്ഞു, അജ്ജലഹാദ, ഇയാൾ ധൃതി കാണിച്ചിരിക്കുന്നു. പിന്നീട് നബി അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് അദ്ദേഹത്തോടും മറ്റുള്ളവരുമായി പൊതുവായി നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇദാ സല്ല അഹദുക്കും ഫൽയബ്ദ ബിതംജീദില്ലാഹി വസ്സലാഇ അലൈഹി സുമ്മ യുസല്ലി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ മഹത്വത്തെ ആദ്യം വാഴ്ത്തുക, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് തുടങ്ങി പടച്ച റബ്ബിന്റെ മഹത്വത്തെ വാഴ്ത്തുക. പിന്നെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, സുമ്മ യദ്ഉ ബഅദു ബിമാ ശാഅ, പിന്നീട് ഇഷ്ടമുള്ള എന്തും അവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏഴാമതായി ഹദീസിൽ വന്ന കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് പ്രത്യേകമായി സുന്നത്തുള്ള ദിവസമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച, ഇന്ന അഫ്ദല അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബിള, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. അദ്ദേഹം വഫാത്തായതും വെള്ളിയാഴ്ച തന്നെയാണ്. വഫീഹി നഫ്ഖതു വഫീഹി സ്വഅഖതു, സൂറിലെ ഊത്തുകൾ വെള്ളിയാഴ്ച തന്നെയാണ്. അതേപോലെ പിന്നീട് നിമിതങ്ങൾ പറഞ്ഞു, ആ ദിവസം അന്ന് എന്റെ പേരിൽ സ്വലാത്തിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് സ്വലാത്ത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക? ഫഖദ് അറംത, താങ്കൾ മരിച്ച് മണ്ണടിഞ്ഞ് നുരുമ്പിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സ്വലാത്ത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ നൽകിയ മറുപടി, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരം ഭക്ഷിക്കൽ അല്ലാഹു തആല ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അവിടെ പ്രവാചകന്മാരുടെ ശരീരം ഭൂമി തിന്നുകയില്ല, മണ്ണ് തിന്നുകയില്ല, പടച്ച റബ്ബ് പ്രത്യേകമായി ഹറാമാക്കിയതാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ സുന്നത്തായ മറ്റു സന്ദർഭമാണ് ഖുത്ബകളിൽ, ജുമുഅ ഖുത്ബയിൽ, അതേപോലെ പെരുന്നാൾ ഖുത്ബയിൽ, ഇസ്തിസ്ഖാഇന്റെ മഴയത്ത് വരുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ട ഖുത്ബയിൽ, ഗഹന നിസ്കാരത്തിന്റെ ഖുത്ബയിൽ, അവിടെയൊക്കെ പ്രത്യേകമായി സ്വലാത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലാൻ പ്രോത്സാഹിപ്പിച്ച സന്ദർഭങ്ങളുണ്ട്. അതൊന്നുമല്ലാതെ ഏത് സമയത്തും ഒരാൾക്ക് സ്വലാത്ത് എത്രയും വർദ്ധിപ്പിക്കാം. പക്ഷേ നബി തങ്ങൾ പഠിപ്പിച്ച അടിസ്ഥാനത്തിലാകണം സ്വലാത്ത് എന്ന് മാത്രം. പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സ്വലാത്തിനെ പ്രത്യേകമായി തന്നെ സ്വീകരിക്കാം. നബി തങ്ങൾ പ്രത്യേക ഒരു വാചകം പഠിപ്പിച്ചാൽ ആ വാചകത്തിൽ പിന്നെ കൂട്ടാനും കുറക്കാനും നമുക്ക് അവകാശമില്ല. ഇബ്രാഹിമിയ സ്വലാത്ത് നാം പറഞ്ഞു, ആ ഇബ്രാഹിമിയ സ്വലാത്തിൽ നബി പഠിപ്പിച്ച വ്യത്യസ്തമായ വാചക ഘടനയുണ്ട്. ആ ഘടനയിൽ തന്നെയാണ് ഇബ്രാഹിമിയ സ്വലാത്ത് നിർവഹിക്കേണ്ടത്. ഇതെല്ലാം സ്വതന്ത്രമായി ആർക്കും സ്വലാത്തിന് ഏത് വാചകവുമാകാം, വിരോധമൊന്നുമില്ല. അയാളുടെ വകയായി വേണമെങ്കിൽ സ്വലാത്തിന്റെ വാചകം അയാൾ ഉണ്ടാക്കിയതിനും കുഴപ്പമൊന്നുമില്ല. മലയാളത്തിൽ പറഞ്ഞ അല്ലാഹുവേ നബിക്ക് നീ ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞ അതും സ്വലാത്താണ്. നീ നബിക്ക് രക്ഷ നൽകണേ സലാമാണ്, അതൊന്നും പാടില്ല എന്നില്ല. പക്ഷെ അങ്ങനെ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് അത് ഇത്ര പ്രാവശ്യം ചെല്ല് എത്ര കൂലിട്ടും ഇന്ന സമയത്തിൽ എത്ര കൂലിട്ടും എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അവിടെ ബിദ്അത്തായി മാറും. ഒരു സ്വലാത്ത് ഉണ്ടാക്കുന്നു, ഇത് രാവിലെ ചൊല്ലേണ്ടതാണ്, വൈകുന്നേരം ചൊല്ലേണ്ടതാണ്, തിങ്കളാഴ്ച ചൊല്ലേണ്ടതാണ്, 11 വട്ടം ചൊല്ലേണ്ടതാണ്, 100 വട്ടം ചൊല്ലേണ്ടതാണ്, ഇത് ചൊല്ലിയ ഇന്ന നേട്ടമുണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ പറയാൻ പടച്ച റബ്ബിന് മാത്രമേ അധികാരമുള്ളൂ. അവന്റെ വഹ്യ് പ്രകാരം പ്രവാചകർക്ക് മാത്രമേ അധികാരമുള്ളൂ. പക്ഷെ ഇന്ന് പലപ്പോഴും അത്തരം പിൽക്കാലത്ത് ഉണ്ടാക്കി ഇങ്ങനെ
മഹത്വങ്ങൾ കൽപ്പിക്കപ്പെട്ട ബിദ്അത്തായ സ്വലാത്തുകളാണ് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളത്. നാദിയ സ്വലാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ നിന്നുണ്ടാവുകയും എന്നിട്ട് അതിന്റെ പ്രത്യേകമായ എണ്ണങ്ങൾ 11 വട്ടം ചൊല്ലുക, 33 വട്ടം ചൊല്ലുക, 100 പ്രാവശ്യം ചൊല്ലുക, അതേപോലെ 400 വട്ടം ചൊല്ലുക, 1000 പ്രാവശ്യം ചൊല്ലുക, ഏറ്റവും അവസാനം 4444 പ്രാവശ്യം ചൊല്ലുക എന്നൊക്കെ വ്യാജമായ അതിന്റെ മഹത്വങ്ങളെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് കാണാൻ കഴിയും. അതേപോലെ താജ് സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചൊല്ലിയാൽ നബിയെ സ്വപ്നം കാണുമെന്നവരെ ആളുകൾ കഥകൾ മെനഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ട്. ശിർക്ക് ഉൾക്കൊള്ളുന്ന, നബി വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നബിയോട് സങ്കടം പറയുന്ന ആശയമുള്ള സ്വലാത്തുകളും ഉണ്ടാക്കപ്പെട്ട സ്വലാത്ത് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നവയും കാണാൻ കഴിയും. അങ്ങനെയൊന്നും ഒരു സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് ആ സ്വലാത്ത് ചൊല്ലാൻ എത്ര കൂലിട്ടും അത് ഇത്ര എണ്ണം ചൊല്ലണം, ഇന്ന രൂപത്തിൽ ചൊല്ലണം എന്ന് പറയാനൊന്നും യാതൊരു അവകാശവുമില്ല. നാദിയ സ്വലാത്ത് ഉണ്ടാക്കിയ മഹത്വം പറഞ്ഞത് എന്നും രാവിലെ സുബഹിക്ക് ശേഷം ചെല്ലണമെന്നാണ്. മുടങ്ങാതെ 11 ഓതിയാൽ നിത്യവും ചൊലിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും എന്നാണ് അതിന്റെ മഹത്വമായി ഇവിടെ പ്രചരിപ്പിച്ചത്. സുബഹിക്ക് ശേഷം അത് എന്നും 11 വട്ടം ചൊല്ലിയാൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുമെന്ന് ഇതിന്റെ മഹത്വമായി പ്രചരിപ്പിക്കുന്നു. അത് മാത്രമല്ല, സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ എന്നാണ്. സുബഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്, അത് പ്രത്യേകമായ നിയമമാണ് എന്നാണ്. അങ്ങനെ ഓരോ എണ്ണത്തിന് ഓരോ മഹത്വം പറഞ്ഞു. അവസാനം പറഞ്ഞു അതിന്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. അവസാനത്തെ എണ്ണം 4444 ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും. പൊന്നെ, ഈ എണ്ണം മുഴുവൻ ഒരാൾ ചൊല്ലി തീർക്കുന്നുവെങ്കിൽ പ്രയാസകരമായ ഏത് കാര്യവും എളുപ്പമായി മാറുമെന്നൊക്കെ ഇതിനെ മഹത്വമായി പറഞ്ഞുണ്ടാക്കാൻ ആർക്കും അവകാശമില്ല, ആർക്കും അധികാരമില്ല. എന്നാൽ സ്വതന്ത്രമായി ഒരാൾക്ക് ഏത് ഭാഷയിലും ഏത് വാക്കും ഏത് പദപ്രയോഗവും സ്വലാത്തിന് ആശയം ലഭിക്കുന്ന ഏതും ഒരാൾക്കാവാം, വിരോധമൊന്നുമില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാ സ്വലാത്ത് പ്രത്യേകമായി അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ മേഖലയിൽ അദ്ദേഹത്തിന്റെ ആ റിസാല പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും അത് പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. അതൊന്നും ആർക്കും വിയോജിപ്പില്ല. അതേസമയം ഇത് ചൊല്ലിയ ഇന്ന കൂലിട്ടെന്ന് പറയണമെങ്കിൽ നബി തങ്ങൾ പറയണം. ഈ സമയത്ത് സുന്നത്തെന്ന് പറയണമെങ്കിൽ നബി തങ്ങൾ പറയണം. അതിന് എണ്ണം ഇത്ര എണ്ണം ചൊല്ലണം എന്ന് പറയണമെങ്കിൽ നബി തങ്ങൾ പറയണം. എന്താണെങ്കിലും സ്വലാത്തുകളിൽ ഏറ്റവും മഹത്വമുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നബിയെ സലാം പറയാൻ ഞങ്ങൾക്കറിയാം, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് ചോദിക്കുമ്പോൾ അവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അത്തരം സ്വലാത്തുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ സ്വലാത്ത് പ്രത്യേകിച്ചും ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ അതും മറക്കാതിരിക്കുക. മജ്‌ലിസുകളിൽ കൂടിയിരിക്കുന്ന സദസ്സുകളിൽ ഹംദും സ്വലാത്തുമൊക്കെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. അങ്ങനെ നബിയുമായുള്ള ഒരു ആത്മബന്ധം, മനസ്സുകൊണ്ട് നബിയോടുള്ള ബന്ധം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് സ്വന്തത്തേക്കാളേറെ ബന്ധം നബിയോടാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞെങ്കിൽ, നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചെങ്കിൽ, ഹദീസിൽ ധാരാളമായി അത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞുവെങ്കിൽ അത് വിസ്മരിക്കാതിരിക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹു തആല ഖൈറും ബറകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.